നമസ്കാരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഞാൻ മനസ്സ് തുറന്ന് മാപ്പ് പറയുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എൻ്റെ മനസ്സിലെ അഗ്നിയുടെ ആളിക്കത്തിൽ സഹിക്കാൻ കഴിയാതെ ഞാൻ പലപ്പോഴും പലരോടും പല അതിർത്തികളും ഉല്ലംഘിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലെ അഗ്നി പലതുകൊണ്ടും അടങ്ങിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ വന്ധ്യവയോധികനായിട്ടുള്ള അബൂബക്കർ മുസ്ലിയാരോട് ഇനിയും മാപ്പ് പറയാതിരിക്കുന്നത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ശരിയല്ല എന്നൊരു തോന്നല്, അത് അഹങ്കാരമായി പോകും എന്നൊരു തോന്നല് എൻ്റെ മനസ്സിൽ ഉദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നത്. നമസ്കാരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ആവശ്യത്തിലേറെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട്. അതിന് വലുതായിട്ടുള്ള ന്യായീകരണങ്ങൾ കൊടുക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ ആ ന്യായീകരണങ്ങൾ ബലമില്ലാത്തവകളാണെന്ന് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. വന്ധ്യവയോധികനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തോട് ഈർഷ്യ തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം വിധിച്ചിട്ടുള്ള ചില വാക്കുകളുണ്ട്. അങ്ങ് ഈ പറയുന്നത് ശരിയല്ല എന്നിത്യാദി വാക്കുകൾ. പക്ഷെ ഞാൻ അതിലപ്പുറം എല്ലാ മര്യാദകളെയും ഉല്ലംഘിച്ചുകൊണ്ട് ചില വാക്കുകൾ ഞാൻ അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചു. അന്നതിൻ്റെ ന്യായീകരണം ഇപ്പോൾ അതിന് ന്യായീകരണമില്ലാതെ പോയത് എന്താണെന്ന് കൂടി വെളിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അന്തരംഗത്തിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു. അകാലത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയവനാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടുത്തെ RSS നേതൃത്വം, പേരെടുത്ത് പറയാം, അന്നത്തെ RSSന്റെ മേധാവിയായിരുന്ന PP മുകുന്ദൻ ഒരുപാട് നരകിച്ച് അദ്ദേഹം മരിച്ചു. കണ്ണൂരുകാരനാണ്, മണത്തണ സ്വദേശിയാണ്. അങ്ങനെയുള്ള ആളുകൾ എൻ്റെ വീട്ടിൽ ഇടപെട്ടുകൊണ്ട് എൻ്റെ തന്നെ വലിയച്ഛനായിട്ടൊരാൾ, അയാൾ കാണിച്ച അതിക്രമം, എൻ്റെ മഹാകാരണവര് എൻ്റെ അമ്മയുടെ ആങ്ങള, അമ്മൂമ്മയുടെ അമ്മ, മുതുമുത്തശ്ശി, അവരുടെ ആങ്ങളയ്ക്ക് അവരെക്കാൾ 20 വയസ്സിന് മൂപ്പായിരുന്നു. അപ്പോൾ അവരുടെ അച്ഛൻ്റെ പ്രായമാണെന്ന്. അപ്പോൾ എത്രാമത്തെ തലമുറയാണെന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഉണ്ടാക്കി വെച്ച വിശാലമായ സ്വത്ത്, ഭൂവുടമയായിരുന്നു.
അദ്ദേഹത്തിന്റെ മരുമക്കൾ ഓരോരുത്തരുണ്ടാകുമ്പോഴും അവരെ വീട് പണിത് വയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ എല്ലാം അധീശത്വം, അതിൻ്റെ എല്ലാം കൺട്രോള്, നിയന്ത്രണം ഏറ്റെടുത്ത ഈ വലിയച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടൻ മറ്റെല്ലാവരെയും പാപ്പരാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതിനെ ചോദ്യം ചെയ്ത് ഞാൻ ഏറ്റുവാങ്ങിയത് ഭയാനകമായ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു. എൻ്റെ ഈ തലയുടെ ഈ ഭാഗത്ത് ഇപ്പോഴും തൊട്ടാൽ അറിയില്ല. 36 വെട്ടുണ്ടായിരുന്നു. തലയിൽ വെട്ടേറ്റ കാരണം കൊണ്ട് തല തരിപ്പിക്കാതെയാണ് സ്റ്റിച്ച് ഇട്ടത്. ഓരോ പ്രാവശ്യവും സൂചി കുത്തിക്കയറ്റുമ്പോൾ ഞാൻ ബോധം കെട്ടു പോവുകയായിരുന്നു. ബോധം വരുമ്പോഴേക്കും സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതും കഴിഞ്ഞ് എൻ്റെ കൈവിരല് ഇവിടെ നിങ്ങൾ അതിൻ്റെ ചിഹ്നം മണി കാണാം. അതുകൊണ്ട് ഈ വിരല് ഇങ്ങനെ ഇരുന്നിരുന്നത്. പണ്ട് ഞാൻ ഗിറ്റാർ വായിക്കുന്ന ആളായിരുന്നു, ഓർമ്മിക്കണം. നമ്മുടെ വോയിസ് ഓഫ് ട്രിച്ചൂറിൽ മരിച്ചുപോയ ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ, ആറ്റ്ലി ഡി കുഞ്ഞ്, പോൾസൺ ചാലിശ്ശേരി അവരൊക്കെയുള്ള സമയത്ത് അവിടുത്തെ സ്റ്റുഡൻ്റായിട്ടും അവരുടെ തന്നെ ബി ടീമിൽ ഗിറ്റാറിസ്റ്റായിട്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന 1-2 പ്രോഗ്രാമിൽ സ്റ്റേജുകളിൽ ഇറങ്ങിയിരുന്ന സമയത്താണ് ഈ വിരല് അവർ കൊട്ടിയൊടിച്ചത് RSSകാർ. പിന്നെ കുറേ കാലം വിരൽ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. ആയതുകൊണ്ട് ഏതെങ്കിലും സദസ്സിൽ പോകുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ മടക്കി പിടിക്കാൻ പറ്റില്ല. മടക്കി പിടിച്ചത് എന്താ നിങ്ങളുടെ ഈ വിരൽ ഇങ്ങനെ ചോദിക്കും. പണ്ട് ഞാൻ എപ്പോഴും കൈ ഇങ്ങനെ പിടിക്കുള്ളൂ. പിന്നീട് കാലങ്ങളെ കൊണ്ട് വിരല് പതുക്കെ 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 വന്ന് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെയാകുമ്പോൾ ഈ വിരല് ഇപ്പോൾ ഇവിടെ മുട്ടില്ല, ഈ ഗ്യാപ്പ് ആയതുകൊണ്ട് എനിക്ക് ഗിറ്റാറിൻ്റെ ഫ്രെറ്റിൽ പിടിക്കാൻ പറ്റില്ല. പിടിച്ചാലും ഇപ്പോൾ F മേജറിലെല്ലാം പിടിക്കുമ്പോൾ ഈ വിരല് ഫ്രെറ്റുമ്പോൾ മുട്ടില്ല. അതുകൊണ്ട് ആ ലാവണം അവസാനിച്ചു. നാട്ടിൽ നിൽക്കാൻ കഴിയാതായി. സ്വത്തിനേക്കാൾ വലുതാണല്ലോ ജീവൻ. അങ്ങനെ ജീവനും കൊണ്ട് ഓടിയെന്ന് പറയാം. അതോടുകൂടി നാടില്ലാതായി, വീടില്ലാതായി, സ്വന്തമില്ലാതായി, ബന്ധമില്ലാതായി, ഒരു യാചകനായിട്ട് മാറി. പക്ഷേ അത്യാവശ്യം വിദ്യാഭ്യാസവും ഭാഷാ സ്വാധീനമുള്ളതുകൊണ്ടും ഞാൻ എത്തിപ്പെട്ടത് അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നില്ല, ആശ്രമത്തിലായിരുന്നു. അതും വെറുതെ കാവ്യവസ്ത്രം ഉടുക്കുക എന്നുള്ളൊരു പ്രക്രിയ ആയിരുന്നില്ല. 4.5 വർഷത്തെ പഠനം, വേദാന്ത പഠനം, അതിനുശേഷം വേദപഠനം, വേദം ചാൻറ്റ് ചെയ്യാൻ, പാരായണം ചെയ്യാൻ വേണ്ടി തേനിയിൽ 1 കൊല്ലം 8 മാസം, പിന്നെ ഋഷികേശിൽ, ഉത്തരകാശിയിൽ ചാൻറ്റിങ് പഠിപ്പിക്കാനായിട്ട് ഗുരുനാഥനായിട്ട് അവിടെ, നാഗപ്പൂരിൽ 2 വർഷം അവിടെ വേദം പഠിക്കലും അത്യാവശ്യം പഠിപ്പിക്കലുമായിട്ട്, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം പഠിപ്പിക്കലുമായിട്ട് അവിടെയും ആയതുകൊണ്ട് തന്നെ എനിക്ക് വഴി തെറ്റിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ അഗ്നി, എൻ്റെ ശത്രുവായിട്ടുള്ള എൻ്റെ തന്നെ വലിയച്ഛൻ എന്ന് പറയുന്ന ആളുടെ മകൻ എന്നെക്കാൾ 56 ദിവസത്തിന് മൂപ്പ് മാത്രമുള്ള ആളാണ്. അയാൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് അയാൾക്ക് കിട്ടിയത് 40 സെന്റ് ഭൂമിയും 30 ലക്ഷം രൂപയും. ആലോചിച്ച് നോക്കണം ഏതാ കാലഘട്ടം എന്ന്. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഞാനായിട്ട് പുറത്തു പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കോയിൻ മാത്രമാണ്. 50 പൈസയുടെ കോയിൻ മാത്രം. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ രോഗമായിട്ട് പടർന്നു കയറിയതാണ്. വേണമെങ്കിൽ മനസ്സിലെ കുഷ്ഠമായിരുന്നു അത്. RSS ത്രയശ്ശരി,
എനിക്ക് കണ്ടുകൂടാ, കേട്ടുകൂടാ. അതെൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈശ്വരന്റെ കൃപാകടാക്ഷം ഇല്ലാതിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ കൃപാകടാക്ഷം ഇല്ലാതിരുന്നെങ്കിൽ ഇന്നും ഞാൻ തെരുവോരങ്ങളിൽ, ചിലപ്പോൾ ചില ആശ്രമങ്ങളിൽ അങ്ങനെയും ഇങ്ങനെയുമായിട്ട് തട്ടിമുട്ടിപ്പോകുന്നൊരവസ്ഥയിൽ കഴിഞ്ഞുകൂടേണ്ട ആളാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടൊരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അബുദാബിയിൽ വെച്ച്, സ്വാമി എവിടെയാണ് താമസിക്കുന്നതെന്ന്. അന്ന് ഞാൻ മറുപടി പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ 3, 4, 5, 6, 7 വീടുകളല്ലേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയൊക്കെ വൻമരങ്ങളുണ്ടോ അതിൻ്റെ ചോട്ടിലാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് കഴിയണമെങ്കിൽ AC വേണ്ടേ? ഇലക്ട്രിസിറ്റി പോയാൽ നിങ്ങൾക്ക് വെപ്രാളമാണ്. എനിക്കതൊന്നും പ്രശ്നമല്ല. ഇലക്ട്രിസിറ്റി പോയാൽ വെളിച്ചം ഇല്ല, എനിക്കത് പ്രശ്നമില്ല. പകല് സൂര്യനും രാത്രി ചന്ദ്രനും. പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും കിട്ടിയാലുമെന്ന്. ആ വാക്കയെ സ്മരിക്കാറുണ്ട്. ഞാൻ സൂര്യനെയും ചന്ദ്രനെയും ഏറ്റുവാങ്ങി. വായു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗംഗാ തീരത്ത് വെള്ളവും പൈസ കൊടുത്ത് വാങ്ങണ്ട. ആഹാരവും ഭിക്ഷയായിട്ട് കിട്ടിയിരുന്നു, ഒപ്പം നാണയങ്ങളും. പക്ഷെ അന്നും എൻ്റെ മനസ്സിൽ അഗ്നി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. എൻ്റെ സുഹൃത്തുക്കള് ജബ്ബാർ കാട്ടൂര്, അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി എൻ്റെ ദുരിതം അറിഞ്ഞ് അവരാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, സ്വാമിജിക്കൊരു കൂട്. അതിന് ശേഷമുള്ള കാര്യം നമുക്കറിയാം, ഈ കാണുന്നത്. അവിടെ എനിക്ക് കടപ്പാട്, നന്ദി, കടപ്പാട്, നന്ദി, കടപ്പാട്, നന്ദി. മുസ്ലിം സഹോദരന്മാരോട് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് എല്ലാവരും ചേർത്ത് നന്ദി അള്ളാഹുവിനോട് മാത്രം. എന്റെ ഇന്നത്തെ ജീവിതത്തെ രൂപപ്പെടുത്തിയ പ്രവാചകനോടും നന്ദി. ഇത്രയായിട്ട് പോലും ഈ ഉള്ളവന്റെ അവിവേകം അത് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്തിരുന്നു. കാരണം ഉള്ളിൽ അഗ്നി. ഇതിനിടയിൽ പറയുമ്പോൾ എന്തിനാണ് സ്വാമിജി ഇനിയും അങ്ങനെ പറയുന്നത് നിങ്ങൾ ചോദിച്ചു പോകുന്നൊരു കാര്യം ഞാൻ പറയാം. ഈ വലിയച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ വീട് മുച്ചൂടും മുടിഞ്ഞുപോയി. കിട്ടിയ സാമ്പത്തികമൊക്കെ മുടിഞ്ഞുപോയി. അവസാനം കഴിഞ്ഞ 5-8 മാസം മുൻപ് എന്റെ പ്രായത്തിലുള്ള അയാളുടെ മകൻ 40 സെന്റ് ഭൂമിയും 20-30 ലക്ഷം രൂപയും കൈവശം വെച്ച് എന്നെ നോക്കി ഇളിച്ചു നടന്നിരുന്നവൻ ഒരു ഉണ്ടയായി തീർന്നു. രോഗാതുരനായിട്ട് നരകിച്ച്. നോക്കുക, എൻ്റെ മനസ്സിലെ അഗ്നി അവിടെ കെടുകയായിരുന്നു. നിങ്ങൾ പറയും, സ്വാമിക്ക് ഇത്രമാത്രം പ്രതികാരം ആകാമായിരുന്നോ എന്ന്. ഞാനും എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നു. അതിന് ന്യായീകരണമുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ. അയാൾ മരിച്ചു എന്നുള്ള വാർത്ത എന്നെ അറിയിച്ച ആള് ഒരു ഷാജി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അയാൾക്ക് ഇവനെ കണ്ടുകൂടാ, അയാൾ ചത്തു കേട്ടാ എന്ന്. പക്ഷേ സാഹചര്യങ്ങൾ എനിക്കറിയില്ല. അയാൾ ആശുപത്രിയിലാണോ രോഗാതുരനാണോ പ്രശ്നം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ആരാണെന്ന് ചോദിച്ചു, ഇന്നാളെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇനി എനിക്ക് ഈ ലോകത്തിൽ ആരോടുള്ള പകയുടെ പേരിലാണ് ഈ അഗ്നി കാത്തു സൂക്ഷിക്കേണ്ടത്, അങ്ങനൊരു ചിന്ത വന്നു. പതുക്കെ ഞാനിങ്ങനെ വെള്ളം തെളിച്ച് ആ അഗ്നിയെ ഒടുക്കി. പിന്നെയും പലപ്പോഴും അതിൽ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു.
ഇപ്പോഴതുമില്ലാതായി. ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ആളുകളോട്, അതിലൊരാൾ മരിച്ചുപോയി. അയാള് ഈ വൃത്തികെട്ട വലിയച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ എന്നേക്കാൾ 10-40 വയസ്സിന് മുകളിലുള്ള അദ്ദേഹത്തിന്റെ കോളർമ ഞാൻ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രശ്നം തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ എൻ്റെ മനസ്സിലെ അഗ്നി അവിടെ ആടിക്കത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുമായിരുന്നു. മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടും മാപ്പ് പറയാം. AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മകനും ഡൽഹിയിൽ പോയിട്ട് RSSന്റെ നേതാവ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. അതും എന്റെ മനസ്സിൽ ആഘാതമുണ്ടാക്കി. എന്തിനാണ് എന്റെ മനസ്സിൽ ഞാൻ ആഘാതമുണ്ടാക്കിയതെന്നൊരു ചോദ്യമുണ്ട്. സ്നേഹം കൊണ്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് വന്ന് കണ്ടാൽ എനിക്ക് അയാളോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ UAE പ്രസിഡന്റ് വന്ന് അമിത്ഷായെ കണ്ടാൽ എനിക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള ആളുകൾ ഇത്തരം ആളുകളുടെ ആഭിമുഖ്യം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നാൽ മതി, ഞാൻ എൻ്റെ കയ്യിലുള്ള ആയുധം അവർക്ക് നേരെ പ്രയോഗിക്കും. അങ്ങനെയാണ്. അത് അവിവേകമാണ്, എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ AP അബൂബക്കർ മുസ്ലിയാർ അവർകളെ ഒരുപാട് വാക്കുകളെ കൊണ്ട് ദ്രോഹിച്ചത്. ഇനിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് എൻ്റെ മനസ്സിലെ അഗ്നി പരിപൂർണമായിട്ട് ആറിപ്പോണം. ഇനി ചിക്കിച്ചകഞ്ഞാലും അതിനകത്ത് ബാക്കി ഒരു തരി പോലും നെരിപ്പോട് അവശേഷിക്കരുത്. ഇനിയൊരു പുകയായിട്ട് ഉയരരുത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം, അതിൽ ഞാൻ വിജയിച്ചു. ആയതുകൊണ്ട് തന്നെ ബാക്കി നിൽക്കുന്നൊരു കടം പോലെ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് 70 വയസ്സാകാറായി. അദ്ദേഹം എന്നേക്കാൾ ഒരുപാട് മൂപ്പുള്ള ആളാണ്. ആരാണ് ആദ്യം ബൈ ബൈ പറയാന്നറിയില്ല ഈ ലോകത്തിൽ നിന്ന്. നമ്മളെല്ലാവരും പറയണമല്ലോ. 70 വയസ്സുള്ള ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷെ 10 വയസ്സുള്ള എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കുട്ടിയായിരിക്കും ആദ്യം പോവുക. എങ്കിലും സാധാരണഗതിയിൽ കൂടുതൽ പ്രായം ചെന്നവരാണല്ലോ ആദ്യം പോകുക. ശ്രീ അബൂബക്കർ മുസ്ലിം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രോഗ്രാം ഞാൻ TV കണ്ടു. അദ്ദേഹം ഒരു സമസ്തയുടെ പ്രോഗ്രാമായിട്ട് അദ്ദേഹത്തെ കണ്ട സമയത്ത് ഇനിയും ഈ കടം ബാക്കി വെച്ച് ഇനി അത് നീട്ടിക്കൊണ്ടുപോകരുതെന്ന് ഞാൻ ഉറപ്പിച്ചു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് അദ്ദേഹത്തോട് മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും ആയിട്ട് അദ്ദേഹത്തിനോട് എല്ലാവരോടുമായിട്ടാണ്. പക്ഷെ ഓരോരുത്തരും എനിക്ക് അറിയില്ലല്ലോ. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ എനിക്ക് അറിയില്ലല്ലോ. മുസ്ലിം സമൂഹത്തിൽ എനിക്കറിയാവുന്ന തലയെടുപ്പുള്ള ആളുകൾ, ഒന്ന് ആധ്യാത്മിക രംഗത്ത് പാണക്കാട്ട് ഫാമിലി, അതിൽ ആ ജൂനിയർ ആയിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ഞാൻ മറക്കും, എഴുതി വെക്കണമെന്ന് വിചാരിക്കും. പിന്നെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർകൾ. പിന്നെ ഞാൻ അറിയുന്നത്, നേരിട്ടല്ല അറിയുന്നത്, AP അബൂബക്കർ മുസ്ലിയാർ. ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ അധിക്ഷേപങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ പലരും അറിഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്, സ്വാമിജി ഇതരുത് എന്ന്.
ഇപ്പോഴും പലരും വിളിച്ചു പറയുന്നു. ഏതായാലും ഒരു വീണ്ടും വിചാരം എന്ന് പറയാം. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ. ഇനിയും നാളെയാകാം എന്ന് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വലുതായിട്ടൊരു മണ്ടനായിട്ട് മാറി എന്നിരിക്കും. ആയതുകൊണ്ട് തന്നെ ആ പുണ്യകർമ്മം ഇന്ന് തന്നെ നിർവഹിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ നിരൂപാധികം ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് മനസ്സ് തുറന്ന് ഞാൻ മാപ്പ് പറയുകയാണ്. നമസ്കാരം.